വിജ്ഞാനികളും പണ്ഡിത ശ്രേഷ്ഠന്മാരും വിശ്വാസ സമൂഹത്തിൻ്റെയും ഈ സദസ്സിൽ അഭിമാനത്തോടുകൂടെ ഈ മൂന്നാം യാത്രയെ, മനുഷ്യർക്കൊപ്പമുള്ള കേരള യാത്രയെ ഞങ്ങൾ തൃശ്ശൂർക്കാർ പ്രിയപ്പെട്ട ഉസ്താദിനോടും ഈ യാത്രയുടെ സഹയാത്രികരോടും ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഹൃദയപൂർവ്വം വികാരത്തോടുകൂടി ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക്, ചാവക്കാടിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നതായി പ്രഖ്യാപിക്കട്ടെ. ഞാനിവിടെ കൂടിയ പ്രിയ സഹോദരന്മാരോട് ഒരു എളിയ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഉസ്താദിനോട് ഇത്ര സ്നേഹം? നിങ്ങൾ ഗുരുവായതിനാലാണോ? നിങ്ങളുടെ നേതാവായതിനാലാണോ? നല്ല പ്രസംഗം പറയുന്ന പണ്ഡിത ശ്രേഷ്ഠനായതിനാലാണോ? നിങ്ങൾക്ക് എത്രയെത്ര കാരണങ്ങളുണ്ടാകും, പല കാരണങ്ങളുണ്ടാകും. എനിക്ക് ഇഷ്ടം ഉസ്താദിനോട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുക. ഞാൻ ആ ചോദ്യം പ്രതീക്ഷിക്കണം. എന്തുകൊണ്ടാണ് പ്രതാപൻ എന്ന പേരുള്ള താങ്കൾക്ക് AP ഉസ്താദിനോട് ഇത്ര ഇഷ്ടം എന്ന് നിങ്ങൾ ചോദിക്കുന്നതായി ഞാൻ കാണുന്നു, നിങ്ങൾ ചോദിച്ചതായി വിശ്വസിക്കുന്നു. അതിനുത്തരമുണ്ട്. ഈ യാത്രയുടെ പ്രമേയത്തിലുണ്ട് അതിൻ്റെ ഉത്തരം. ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ്. ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ്. അത് തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം. ഉസ്താദിനെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്നതിനുത്തരം ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ് എന്നത് തന്നെയാണെന്ന് 1000 മാവുൾ അനന്തനെ പോലെ പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. പടച്ചവൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോ പടച്ചവൻ ഒരു കാര്യം ഉറപ്പിച്ചു. നബി തിരുമനസിനോട് പറഞ്ഞു, നബിയെ, അങ്ങയെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായവനാണ് ഞാൻ അയക്കുന്നത്. അങ്ങയെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായവനാണ് ഞാൻ അയക്കുന്നത്. അതേപോലെ തന്നെയാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ AP ഉസ്താദിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് സമസ്ത മനുഷ്യർക്കും കാരുണ്യം നൽകുന്നതിന് വേണ്ടിയുള്ള ഉസ്താദായിട്ടാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ. ഉസ്താദ് സുന്നികളുടെ മാത്രമാണോ? ഇവിടെ കൂടിയിരിക്കുന്ന സുന്നി സമൂഹത്തോടും ചോദിക്കുന്നു, ഉസ്താദ് സുന്നികളുടെ മാത്രമാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് വിയോജിക്കും. ഉസ്താദ് മുസ്ലിങ്ങളുടേത് മാത്രമാണോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് ഇസ്ലാം മത വിശ്വാസികളുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ ഇരട്ടി വിയോജിക്കും. അത് മാത്രമാണോ? ഒരു കാര്യം, ഈ ഉസ്താദ് എല്ലാവരുടെയും ആളാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ആളാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആളാണ്. 1000 ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നു, ഉസ്താദ് എല്ലാവരുടെയും ഉസ്താദാണ് എന്നൊരിക്കൽ കൂടി പറയട്ടെ. ഒറ്റ കാര്യം മാത്രം, ഒരു മലയാളി പെൺകുട്ടി യമനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. വധശിക്ഷ കാത്തു കിടക്കുമ്പോൾ അവളെ രക്ഷിക്കാൻ അവിടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇടപെട്ടത് ആരാ? ഇവിടെ ഇരുന്ന് ഇവിടെ അല്പം നിമിഷം മുമ്പ് നമ്മളോട് സംസാരിച്ച, അതിന് അല്പം കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സാക്ഷാൽ AP ഉസ്താദാണ്. യമനിൽ ജീവൻ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന, വധശിക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ഒരു മലയാളി പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഇടപെട്ടത്. ആ പെൺകുട്ടി സുന്നിയാണോ? ആ പെൺകുട്ടി ഇസ്ലാം മത വിശ്വാസിയാണോ? ആ പെൺകുട്ടിയെ ഉസ്താദ് കണ്ടത് മനുഷ്യനായിട്ടാ. അതുകൊണ്ട് തന്നെയാണ് AP ഉസ്താദിനെ ഏതെങ്കിലും ഒരാളുടെ മാത്രം